നിങ്ങളറിയാത്ത എന്ത് നിഗൂഢതകളാണ് മൈസൂർ പാലസിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകട്ടോ. കണ്ടോ, വിശാലമായിട്ട് പരന്ന് നടക്കുന്ന മൈസൂർ പാലസിൻ്റെ ഹാളാട്ടോ. രാജകൊട്ടാരത്തിൻ്റെ രാജസിംഹാസനം എന്നൊക്കെ പറയുന്ന ഇരിപ്പിടം ആണ് നിങ്ങൾ ബാക്ക് സൈഡ് കാണുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് ശേഷം. അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ള ഒരുപാട് ചരിത്ര വിശേഷങ്ങൾ വളരെ ചുരുക്കിയാട്ടോ. കഴിഞ്ഞ പാട്ടിൽ ഞാൻ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ശരിക്കും ഞെട്ടിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. കണ്ടില്ലേ, ഒരുപാട് നിധി കൂമ്പാരങ്ങൾ, അതുപോലെ വിലപിടിപ്പുള്ള മതിപ്പ് വെച്ചാൽ വില മതിക്കാനാകാത്ത ഒരുപാട് നിധികൾ നല്ല സ്വർണ്ണ ശേഖരങ്ങളും അമൂല്യമായ രത്നങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ്. കാരണം നിങ്ങൾ തന്നെ ഉണ്ട്, ഒരു പല്ലക്കിൻ്റെ കോടികളാണ് വില. അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിസുന്ദരമായിട്ടുള്ള ഡിസൈൻ. നിങ്ങളത് ശരിക്കും ഇന്നേരത്തെ ഡിസൈനറൊക്കെ ശരിക്കും വെല്ലുന്ന, മുൻകാലങ്ങളിൽ എത്ര സുന്ദരമായിട്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഒരുപാട് സഞ്ചാരികളും വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 10 ലക്ഷത്തോളം വർഷത്തിൽ ഇവിടെ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വിശാലമായിട്ട് പുറത്തേക്ക് പോകാനുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അടിപൊളി ഇതിൻ്റെ ഹാള്. പിന്നെ ശരിക്കും മൈസൂർ പാലസ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നേരെ പോണ വേറെ മൈസൂർ തന്നെ ഞെട്ടിക്കുന്ന സൂ കണ്ടില്ലേ. മറ്റൊന്നുമില്ല, ചീറ്റ. ചീറ്റ എന്ന് വെച്ചാൽ ഏത് മൃഗത്തിന് അനായാസം കീഴ്പ്പെടുത്താനുള്ള ഒരു ശേഷിയുള്ള ഒരേ ഒരു മൃഗം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ സാധാരണമായിട്ട് കാണുന്ന ഒരു കാട്ടാന. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ശരിക്കും ഈ ചീങ്കണിയാണ്. മുതലേന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി പിന്നെ മുഖത്തിന് നീളം കൂടുതലും അതുകൊണ്ട് തന്നെ പല്ലുകൾ മൂർച്ചേറിയുമായ ഈ ചീങ്കണ്ണി. പിന്നെ ശരിക്കും തന്നെ ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ടറിയില്ല. വെള്ള മയിൽപ്പീലി വിടർത്തുന്ന ഒരു മയിലാണ് നിങ്ങൾ കാണട്ടോ. ഇതൊക്കെ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ എവിടെ വരണം? നമ്മളെ സൂല്, മൈസൂർ സൂല്, അതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എത്ര സുന്ദരമായിട്ടുള്ള ഇതാവും തന്നെ ഓസ്ട്രേലിയൻ കൊക്കാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊരു പക്ഷിയെക്കുറിച്ച് വിവരിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊന്നാണ്. ശരിക്കും ഞെട്ടിപ്പോവും. കളർഫുള്ളായിട്ടുള്ള ഒരു കോഴി, കളർ കോഴി എന്നൊക്കെ പറയാം. ഇതൊക്കെ ശരിക്കും കാണണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഇത് ആസ്വദിക്കാതെ പോകരുത്. ആസ്വദിച്ചില്ല നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.